രമേശേട്ടാ ഈ വീടിന്റെ വാടക അടയ്ക്കാൻ വല്ല വഴി കണ്ടിട്ടുണ്ടോ? ആ ഓണർ എത്ര ദിവസമായി നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാക്കാൻ എന്റെ കയ്യിൽ കാശില്ല. കാശ് എങ്ങനെ ഉണ്ടാവുക? മര്യാദക്ക് ജോലിക്ക് പോണം. ഓ പിന്നെ ഇപ്രാവശ്യം നമ്മുടെ വീടിന്റെ വാടക എങ്ങനെ അടയ്ക്കാനാ? രമേശേട്ടന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല പറഞ്ഞു. എങ്ങനെയാ നീ പൈസ ഉണ്ടാക്കുക? അതെ, കൊറിയർ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഒരു കൊറിയർ കൊണ്ടുവരുന്നുണ്ട്, അതൊന്ന് മേടിക്കണം കേട്ടോ. ആ അത് ഞാൻ മേടിച്ചോളാം. ഇനിയിപ്പോ കൊറിയർ വരുമ്പോ ഞാൻ തന്നെ പൈസ കൊടുക്കേണ്ടി വരും. എനിക്കൊന്നും അറിയില്ല അമ്മേ. ഇപ്രാവശ്യത്തെ വാടക അടയ്ക്കാൻ എന്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. അമ്മ എന്റെ കൂടെ കട്ടക്ക് നിന്നാ മതി. ചേച്ചി, ഒരു കൊറിയർ ഉണ്ട്. കൊറിയർക്ക് അവിടെ നിക്കട്ടെ, മോനെ ഒന്നും ഇങ്ങോട്ട് ഓടിവാ. അയ്യോ, എന്താ പറ്റിയതാവോ? അയ്യോ, എന്താ പറ്റി? കുട്ടി ബോധം കെട്ട് വീണതാ, ഒന്ന് പിടിക്കോ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ. ഞാൻ പിടിക്കാം. എന്താ വീഡിയോ എടുക്കണേ? മോളെ നീച്ചോ. അമ്മേ, വീഡിയോ കിട്ടിയോ? വീഡിയോ കിട്ടി. അത് ശരി, നിങ്ങൾ എന്നെ ട്രാപ്പിലാക്കാനാണോ? എന്റെ അനുവാദം കൂടാണ്ട് എന്നെ തൊടാൻ വരും. ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടും. എന്റെ പൊന്നു ചേച്ചിയെ സോഷ്യൽ മീഡിയയിൽ ഇടല്ലേ. എനിക്ക് 2 കുട്ടികളുള്ളതാ, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ. കാശ് തന്നാ ഇത് ഇവിടെ തീരും. ഉറപ്പാണോ? അതെ, ഞങ്ങൾക്ക് കാശ് വേണം. ഇതെന്താന്നറിയോ? പെൻ ക്യാമറ. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളുടെ ഇടയിൽ ആണുങ്ങൾക്ക് ജീവിക്കണമെങ്കിലേ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വേണം. അതെ, നിങ്ങൾ പറഞ്ഞോക്കെ ഇതിൽ റെക്കോർഡാ. നിങ്ങൾക്കെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. നിങ്ങളുടെ ഭർത്താവിനെ കുറച്ചു നേരത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒരു 25,000 രൂപ ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. അമ്മേ, പണി പാളി. കാലം പോയൊരു പോക്കേ. ഇന്നത്തെ കാലത്തെ ആണുങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ തരം കഷ്ടപ്പാടുകളാ.